മൺമറഞ്ഞ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം പ്രസംഗിക്കവേ പറഞ്ഞു, പ്രതിപക്ഷത്തെക്കുറിച്ചാണ് പറഞ്ഞത്, അവർ അഴിമതി നടത്തുന്നു, സ്വജനപക്ഷപാതം, തട്ടിപ്പ്, വെട്ടിപ്പ്, ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രസംഗിച്ചു. അതിൻ്റെ അടുത്ത ദിവസം കുറേ ആൾക്കാർ വന്ന് ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്നുള്ള പരാതിയുമായി വന്നു. അപ്പോൾ വാജ്പേയി പറഞ്ഞു, ഞാൻ അഴിമതിയുടെ, സ്വജനപക്ഷപാതത്തിൻ്റെ, തട്ടിപ്പിൻ്റെ, പണാപഹരണത്തിൻ്റെ ഒക്കെ കുറേ തൊപ്പികൾ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അത് കണ്ടിട്ട് അയ്യോ ഈ തൊപ്പി എനിക്ക് ചേരുന്നതാണല്ലോ, ഈ തൊപ്പി മറ്റവന് ചേരുന്നതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പരാതിപ്പെട്ട് വന്നിട്ടൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് അവരെയൊക്കെ കളിയാക്കി വിട്ടു എന്നുള്ളതൊരു ചരിത്ര സത്യമാണ്. അതുപോലൊരു സംഭവമാണ് ഇപ്പോൾ ഇവിടെയും നടന്നിരിക്കുന്നത്. വേടൻ എന്ന ഗായകൻ, അദ്ദേഹം കാട് കക്കുന്നവർക്ക് ചേരുന്ന തൊപ്പി, ഊരു ചുറ്റുന്നവർക്ക് ചേരുന്ന തൊപ്പി, കപട ദേശഭക്തർക്ക് ചേരുന്ന തൊപ്പി, ഇങ്ങനെ കുറേ തൊപ്പികൾ തൻ്റെ പാട്ടിലൂടെ വലിച്ചെറിഞ്ഞു. നമ്മുടെ BJPയുടെ ഒരു വലിയ നേതാവായിട്ടുള്ള മിനി കൃഷ്ണകുമാർ അതിൽ കപട ദേശഭക്തൻ്റെ തൊപ്പി കണ്ടിട്ട് അയ്യോ ഇത് എൻ്റെ നേതാവിന് ചേരുന്നതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും വേടനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും പാവം നരേന്ദ്രമോദിജി ഒരു കപട ദേശഭക്തനാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു പണ്ട് മുതലേ. വേടൻ്റെ ഈ പറച്ചിൽ അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണ് എന്ന് വേടനൊട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇവിടെ ഈ ആരോപണം എൻ്റെ നേതാവിൻ്റെ സൂട്ടബിളാണെന്ന് ഈ മിനി കൃഷ്ണകുമാർ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവരല്ലേ മോദിജിയെ കപട ദേശഭക്തനാക്കുന്നത്. എന്നിട്ട് അവർ കേസുമായിട്ട് നടക്കുകയാണ്. ഏതായാലും ഈ സന്ദർഭത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം സന്ദർഭത്തിനൊത്തുയർന്നു. അവർ രംഗത്ത് വന്നു, മിനി കൃഷ്ണകുമാറിന് ശക്തമായ താക്കീത് കൊടുത്തു. ഇത് ആവർത്തിക്കരുത്, കേസുമായി മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞു. ഒരു കാര്യം ഓർക്കണം, കേരളത്തിലെ ജനസംഖ്യയിൽ 10% പട്ടികജാതിക്കാരും 2% പട്ടികവർഗക്കാരുമാണ്. രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠമറിയാത്ത ഈ മിനി കൃഷ്ണകുമാർ നടത്തിയ ഈ ജൽപ്പനത്തിലൂടെ 12% വോട്ട് ബാങ്കിനെയാണ് അധിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ള വസ്തുത, ഈ യാഥാർത്ഥ്യം BJP നേതൃത്വം മനസ്സിലാക്കി. ഏതായാലും അവർ സന്ദർഭത്തിനൊത്തുയർന്നു. അവർ ഇനി ശക്തമായി ഈ സമുദായങ്ങളെ, ഈ തിരസ്കരിക്കപ്പെട്ട് കിടക്കുന്ന സമുദായങ്ങളെ, സൈഡ് ലൈൻ ചെയ്യപ്പെട്ട് കിടക്കുന്ന സമുദായങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വാചകമടി മാത്രമേ ഉള്ളൂ, അവരുടെ സ്വത്തുക്കൾ, അവരുടെ സമ്പത്തുമൊക്കെ അപഹരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ BJP എന്ന് പറയുന്ന ദേശീയതയുടെ, സത്യസന്ധതയുടെ പ്രസ്ഥാനം ആ വിഭാഗങ്ങളെ മാറോട് ചേർത്ത് അവരെ തങ്ങളിൽ ഉൾപ്പെട്ടവരാക്കി കണക്കാക്കിക്കൊണ്ട് രംഗത്ത് വരേണ്ടതാണ്. അങ്ങനെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ മിനി പോലെയുള്ള ആൾക്കാരുടെ നാവുകൾ ഈ തരത്തിൽ ചലിക്കാതിരിക്കത്തക്ക നടപടികളും കൂടി BJP നേതൃത്വം സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.